കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസിൽ ഉൾപ്പെടുത്തിയ വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കാനുള്ള ശുപാർശ വന്നിരിക്കുകയാണ്. റാപ്പർ വേടന്റെയും ഗൗരി ലക്ഷ്മിയുടെയും പാട്ടുകളാണ് ഒഴിവാക്കുക. ഡോക്ടർ എം ബഷീറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഈ ശുപാർശ നൽകിയത്. രാഷ്ട്രീയ ഗൂഢലക്ഷ്യത്തോടെയാണ് വേടന്റെ പാട്ട് പഠിപ്പിക്കാനുള്ള നീക്കമെന്ന് പരാതിക്കാരൻ AK അനുരാജ് പറഞ്ഞു. എത്രയോ മഹത്തായ കലകളുള്ള ഭാരതീയ സംസ്കൃതിയിലുള്ള എത്രയോ പാട്ടുകളെ നമുക്ക് പരിചയപ്പെടുത്താനുള്ളപ്പോൾ, എത്രയോ സംഗീതജ്ഞരെ പരിചയപ്പെടുത്താൻ നമുക്കുള്ളപ്പോൾ എന്തുകൊണ്ട് ധൃതി പിടിച്ച് ഈ രീതിയിൽ ഹിരൺദാസ് മുരളിയുടെ പാട്ട് തിരഞ്ഞെടുത്തു? അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. ഇടത് രാഷ്ട്രീയക്കാരെക്കാൾ രാഷ്ട്രീയം കൊണ്ട് നടക്കണം, അല്ലെങ്കിൽ അവരോട് ഒരു തരം യജമാന താല്പര്യത്തോടെ, യജമാന ബോധത്തോടെ അവർക്ക് മുന്നിൽ ദാസന്മാരായി നിൽക്കണം എന്ന് വിചാരിക്കുന്ന ഏതാനും അക്കാദമിക രംഗത്തുള്ള വ്യക്തികളുടെ തെറ്റായ തീരുമാനമാണ് ഇത്തരത്തിലൊരു പാട്ട് ഉൾപ്പെടുത്താനുള്ളത് എന്നതാണ്. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുകയാണ് വിവരങ്ങളുമായി. ഗുഡ് ഈവനിംഗ് VS രഞ്ജിത്ത്. പാഠത്തിൽ ഇപ്പോൾ ഒരു പടയായി മാറുകയാണ്. പരാതി അംഗീകരിക്കുന്നു, അതിന്മേൽ ഒരു അന്വേഷണം നടക്കുന്നു. ആ സമിതിയുടെ കണ്ടെത്തൽ എന്തൊക്കെയാണ്? സുജിയ, ആദ്യമേ പറയട്ടെ, ഡോക്ടർ M ബഷീറാണ് ഈ പഠനം നടത്തിയിട്ടുള്ളത്. അത് ഏതെങ്കിലും RSSകാരോ അല്ലെങ്കിൽ ഇതിനെ വിമർശിക്കുന്ന ആളുകളല്ല. ഡോക്ടർ M ബഷീറിന് നമുക്കറിയാം, മലയാള സാഹിത്യത്തിൽ അദ്ദേഹം അധ്യാപകനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിരവധി പുസ്തകങ്ങളുണ്ട്. അപ്പോൾ M ബഷീറാണ് ഇതിൽ പഠനം നടത്തിയത്. M ബഷീർ നടത്തിയ വിദഗ്ധ പഠനത്തിലാണ് ഇത്തരത്തിൽ ഈ രണ്ട് ഭാഗങ്ങളും സിലബസിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നുള്ളത് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം ഒരിക്കലും വേടൻ്റെ സാഹിത്യത്തോടോ ഈ പറയുന്ന ഗൗരിയുടെ സംഗീതത്തോടോ ഒന്നുമുള്ള വെറുപ്പ് കൊണ്ടല്ല. കാരണം അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്, MA മലയാളത്തിനാണ് ഇവർ പഠിക്കുന്നത്. MA മലയാളത്തിൻ്റെ 1ാം വർഷ കുട്ടികൾക്കാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സംഗീതങ്ങളുടെ താരതമ്യ പഠനമാണ് നടത്താൻ പറഞ്ഞിരിക്കുന്നത്. MA മലയാളം കുട്ടികൾക്ക് എങ്ങനെയാണ് സംഗീതം താരതമ്യം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഈ ഗൗരിയുടെ അങ്ങനെയാണെങ്കിൽ വേടനെന്നോ ഗൗരി ലക്ഷ്മിയോ എന്നല്ല, അങ്ങനെയുള്ള സമാന്തര സംഗീത ശാഖകൾ, പുതുതലമുറ സംഗീതം, അങ്ങനെയുള്ളതൊന്നും പാഠ്യപദ്ധതിയിലേക്ക് MA മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം അവർ സംഗീതമല്ലല്ലോ പഠിക്കുന്നത്, മലയാള സാഹിത്യമല്ലേ എന്ന ചോദ്യം ഈ രണ്ടുപേരുടെ കാര്യത്തിൽ മാത്രമല്ല, ഇതുപോലെയുള്ള ഏത് കൂട്ടിച്ചേർക്കലുകൾക്കും ബാധകമാണ് എന്ന രീതിയിലല്ലേ നമ്മൾ കാണേണ്ടത്. ഇവിടെ വേടനും ഗൗരി ലക്ഷ്മിയും ചർച്ചയാകുന്നത് അവർ എതിർത്തു നിന്ന വ്യവസ്ഥയോട് കലഹിച്ചുകൊണ്ട് ഇത് ഉൾപ്പെടുത്തുന്നു എന്നതുകൊണ്ട് കൂടിയാണ്. തീർച്ചയായിട്ടും വേടൻ്റെയും ഗൗരി ലക്ഷ്മിയുടെയും പാട്ടുകളോടോ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സാഹിത്യത്തോടോ അല്ല, അല്ലെങ്കിൽ ആ സാഹിത്യം പഠിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ഗൗരി ലക്ഷ്മിയുടെ പാട്ട് മുരുകയൂർ ശങ്കരൻ പോറ്റി എഴുതിയ അജിതാ ഹരേ എന്ന് പറയുന്ന കുചേലവൃത്തത്തിലെ വരികളാണ്. ആ വരികൾ കഥകളിയുടെ പദമാണ്. ആ കഥകളി പദം ഗൗരി ലക്ഷ്മി അത് പാടിയിട്ടുള്ളത് ഒരു ശാസ്ത്രീയ സംഗീതത്തിൻ്റെ മാതൃകയിലാണ്. അപ്പോൾ ഈ ശാസ്ത്രീയ സംഗീതം പാടുമ്പോഴും കഥകളി സംഗീതം പാടുമ്പോഴും ഉള്ള വ്യത്യാസത്തെക്കുറിച്ച് പഠിക്കാനാണ്. അത് MA മ്യൂസിക്കിൽ പോലെ അല്ലെങ്കിൽ BA മ്യൂസിക്കിലെ കുട്ടികൾക്ക് പോലും പഠിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടൊരു ഭാഗമാണ് BA മലയാളത്തിലെ 1ാം വർഷ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വേടൻ്റെ പാട്ടും അതോടൊപ്പം മൈക്കിൾ ജാക്സന്റെ പാട്ടും രണ്ടും മ്യൂസിക്കുകളാണ്, പോപ്പ് മ്യൂസിക്കുകളാണ്, റാപ്പുകളാണ്. ഈ റാപ്പുകൾ തമ്മിലുള്ളൊരു താരതമ്യ പഠനമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെയും സംഗീതങ്ങൾ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, ഒരിക്കലും സാഹിത്യമല്ല. നമുക്കറിയാം, മലയാള സാഹിത്യത്തിൽ പൊയ്കയിൽ അച്ചപ്പച്ചനെ പോലുള്ള ദളിത് സാഹിത്യകാരന്മാരെ കുറിച്ചൊക്കെ ധാരാളമായി പഠിക്കാൻ മലയാളം കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി എന്ന് പാടിയ പൊയ്കയിൽ അപ്പച്ചൻ പറഞ്ഞതിനപ്പുറത്തൊന്നും വേടം പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ഉൾപ്പെടുത്തിയ ദളിത് സാഹിത്യത്തോടല്ല ഈ M ബഷീറിന്റെ കമ്മിറ്റി വിയോജിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടെത്തലിലേക്ക് എത്തുമ്പോൾ ഈ സിലബസിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നതാണ് VS രഞ്ജിത്ത് വളരെ കൃത്യമായി വിശദീകരിച്ചത്. താങ്ക് യു VS രഞ്ജിത്ത്.